അതേസമയം കുറ്റവാളി എന്ന് പറയപ്പെടുന്ന, ഇതുവരെ കുറ്റവാളി എന്ന് കോടതിയുടെ വാക്കിൽ, കോടതിയുടെ കണ്ണിലും കോടതിക്ക് തെളിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയെ റേപ്പർ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, റേപ്പറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജനൻ ടി വി നടത്തുന്ന ഒരു തന്തയ്ക്ക് പുറക്കാഴിയുണ്ടല്ലോ, ശുദ്ധമായിട്ടുള്ള തന്തയ്ക്ക് പുറക്കാഴിയുടെ നാണം ഉണ്ടോ നിനക്കൊക്കെ? ഉളുപ്പ് വേണം, ലേശം ഉളുപ്പ്. സ്വന്തം തന്തയെ നീയൊക്കെ ഈ രീതി തന്നെ പറയുമായിരിക്കും അല്ലേ? ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റേപ്പർ എവിടെയെന്നാണ്. അതായത് കോടതിയിലെ വിധി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പേരൊക്കെ നേരത്തെ ഇവർ കൊടുത്താണ്. റേപ്പർ എവിടെ? ഇരുട്ടിൽ തപ്പി പോലീസ്, മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഇവർ വിചാരിക്കുന്ന ഇവരുടെ ചാണകം മെഴുകിയ കോടതിയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ്. ഈ കോടതിയിൽ ഇരിക്കുന്നതേ നട്ടൽ ആർക്കും മുൻപ് പണയം വെക്കാത്ത ആളുകൾ. അതുകൊണ്ട് സംഘിമിത്രങ്ങളെ കുറച്ചങ്ങോട്ട് പിന്നിലേക്ക് മാറി നിൽക്കുക. നിങ്ങൾ വിചാരിച്ചാലൊന്നും വേടനെ പിടിക്കാനോ അല്ലെങ്കിൽ ഈ കോടതിയുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥ പൊളിച്ചെഴുതാനൊന്നും സാധിക്കത്തില്ല. നമ്മുടെ കോടതിയാണ് തീരുമാനിക്കുന്നത്. ആ കോടതിയുടെ കണ്ണിൽ വേടൻ കുറ്റവാളിയല്ല റേപ്പറോ എന്ന് തെളിയുന്നത് വരെയും നിന്റെയൊക്കെ തന്തയ്ക്ക് പുറക്കഴിയുക, നിന്റെയൊക്കെ കൈ വെച്ചാൽ അത് ഇങ്ങോട്ടെടുത്ത് തുപ്പാൻ നോക്കരുതേ. അപ്പോൾ ഇതിൽ പുതിയൊരു ഇര വന്നിട്ടുണ്ട്.